സംസ്ഥാനത്ത് ശനിയാഴ്ച 26,685 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് 3,769, എറണാകുളം 3,320, മലപ്പുറം 2,745, തൃശൂർ 2,584, തിരുവനന്തപുരം 2,383, കോട്ടയം 2,062, കണ്ണൂർ 1,755, ആലപ്പുഴ 1,750, പാലക്കാട് 1,512, കൊല്ലം 1,255, പത്തനംതിട്ട 933, കാസർഗോഡ് 908, വയനാട് 873, ഇടുക്കി 838 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക്. മരണങ്ങളധികം ഉണ്ടാകാതിരുന്നത് ഇക്കാര്യത്തിൽ സ്വയമേവയുള്ള ശ്രദ്ധ നൽകുന്നതിൽ ചെറിയ വീഴ്ചകൾ ഇപ്പോൾ കാണുന്നുണ്ട്. പോലീസോ മറ്റ് സർക്കാർ സംവിധാനങ്ങളോ ഇടപെട്ടില്ലെങ്കിൽ തോന്നുന്നതുപോലെ ആകാം എന്നൊരു ധാരണ ഉള്ളവർ അത് നിർബന്ധമായും തിരുത്താൻ തയ്യാറാവണം. നമുക്ക് ചുറ്റുമുള്ളവർക്കും വേണ്ടി രോഗം തനിക്ക് പിടിപെടാൻ അനുവദിക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണം. ഇത്തരത്തിൽ നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയേക്കാം. അപ്പോൾ ജാഗ്രത പാലിക്കലാണ് അതൊഴിവാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. രോഗവ്യാപന തോത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുമായി ഇന്ന് ചർച്ച നടത്തുകയുണ്ടായി. കോവിഡിൻ്റെ ഒന്നാം ഘട്ടത്തിലും സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് മികച്ച സഹകരണം നമ്മുടെ സംസ്ഥാനത്ത് ലഭിച്ചിരുന്നു. കോവിഡ് ചികിത്സക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പൂർണ്ണ സഹകരണമാണ് ഇന്നത്തെ യോഗത്തിലും സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ വാഗ്ദാനം ചെയ്തത്. വ്യാപനത്തോത് രൂക്ഷമാകുന്ന ഘട്ടത്തെ മുന്നിൽ കണ്ടുള്ള നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ മുന്നോട്ട് വച്ചത്. എല്ലാ ആശുപത്രികളും കിടക്കകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൊത്തം കിടക്കകളുടെ 25% ഈ ഘട്ടത്തിൽ കോവിഡ് ചികിത്സക്ക് മാറ്റിവെക്കണം. ഇത് പരമാവധി നമ്പറല്ല. ഇപ്പം തന്നെ പലരും ഭൂരിഭാഗം കിടക്കകൾ കോവിഡ് ചികിത്സക്ക് മാറ്റിവെച്ച അനുഭവമുണ്ട്. 40-50% കിടക്കകൾ പലരും ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലായിടങ്ങളിലും 25% കിടക്കകൾ കോവിഡിനായി പ്രത്യേകം നീക്കിവെക്കുന്ന നില സ്വീകരിക്കണം എന്നാണ് പൊതുവെ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും കിടക്കകളുടെ സ്ഥിതിവിവരക്കണക്ക് ജില്ലാ ആരോഗ്യ വകുപ്പ് മേധാവിക്ക് കൈമാറണം. അങ്ങനെ വന്നാൽ എവിടെയൊക്കെയാണ് കിടക്കകളുള്ളതെന്നും അവിടങ്ങളിലേക്ക് രോഗികളെ അയക്കാനും സാധിക്കും. മാത്രമല്ല, രോഗവ്യാപന തോതുമായി താരതമ്യപ്പെടുത്തി കൂടുതൽ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിനും ഈ വിവരങ്ങൾ അറിയുന്നത് സഹായകമാകും. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ
പലയിടങ്ങളിലും എത്തിപ്പെടാറുണ്ട്. അപ്പം അങ്ങനെ വന്നാൽ ആ സ്ഥലത്ത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നൽകാൻ കഴിയണം. ഇക്കാര്യത്തിൽ മികച്ച ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ ഈ കോവിഡ് ചികിത്സയുടെ കാര്യത്തിൽ പ്രാവീണ്യം നേടിയവരുണ്ട്. അവരുടെ സേവനം ചില പ്രത്യേക ഘട്ടങ്ങളിൽ അനിവാര്യമായി വന്നാൽ DMO ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ അത്തരക്കാരെ നൽകാൻ എല്ലാ ആശുപത്രികളും തയ്യാറാകണം എന്നുകൂടി ഇന്നത്തെ യോഗത്തിൽ കണ്ടിട്ടുണ്ട്. ICUകൾ, വെന്റിലേറ്ററുകൾ അത് പൂർണ്ണമായും സജ്ജമായിരിക്കണം. ഇപ്പോൾ വെന്റിലേറ്ററുകൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണിയുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ തീർക്കാൻ കഴിയണം. അതേപോലെ ICUവിലെ കിടക്കകൾ ഗുരുതര രോഗമുള്ളവർക്കായി കൂടുതൽ ഉപയോഗിക്കുന്ന നില വരണം. ICU കിടക്കകൾ അനാവശ്യമായി നിറഞ്ഞു പോകുന്നത് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന ഓരോ സ്ഥാപനവും പ്രത്യേകമായി പരിശോധിക്കണം. ഇതോടൊപ്പം ആംബുലൻസിൻ്റെ സേവനം, ഇപ്പോൾ 108 ആംബുലൻസ് പൊതുവെ പ്രവർത്തിക്കുന്നുണ്ട്. IMAക്ക് ആംബുലൻസ് സംവിധാനമുണ്ട്. സ്വകാര്യ ആശുപത്രികൾക്ക് പലതിനും ആംബുലൻസ് ഉണ്ട്. ഇവയെല്ലാം യോജിച്ച നിലയിൽ പ്രവർത്തിക്കാനാവണം. പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്നത് ഗുണകരമാകും. അതോടൊപ്പം തന്നെ കോവിഡ് ഇതര രോഗികളുണ്ട്. അപ്പോൾ കോവിഡ് ഇതര രോഗികൾക്ക് ഈ ഘട്ടത്തിൽ ചികിത്സ ഉറപ്പാക്കണമെന്ന് തന്നെയാണ് യോഗം കണ്ടത്. ഒരു ആശുപത്രിയും അമിതമായ ചികിത്സാ ഫീസ് ഈടാക്കാതിരിക്കണം. ഇവിടെ ന്യായമായ രീതിയിൽ സർക്കാർ നിശ്ചയിച്ച ചികിത്സാ ഫീസ് തന്നെയാണ് പൊതുവെ സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്നത്. എന്നാൽ ചില ആശുപത്രികൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന പരാതി ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ സർക്കാർ നിശ്ചയ നിരക്ക് എല്ലാ കാര്യങ്ങളിലും അംഗീകരിച്ചിട്ടുണ്ട്. ആ നിരക്ക് എല്ലാവരും യോജിക്കുന്ന നിരക്കുമാണ്. അതിനെക്കുറിച്ചൊരു പരാതിയും വലിയ തോതിൽ ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ അതേ നിരക്ക് എല്ലാ ആശുപത്രികളും അംഗീകരിക്കുന്ന നിലയുണ്ടാവണം. സ്വകാര്യ ആശുപത്രികൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുമായി എംപാനൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാത്ത ചില ആശുപത്രികളുണ്ട്. അപ്പോൾ ആ ആശുപത്രികൾ കൂടി സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുമായി എംപാനൽ ചെയ്യുന്നത് നന്നാകും. ഇവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവ്, അക്കാര്യത്തിൽ പൊതുവെ എടുത്ത തീരുമാനം 15 ദിവസത്തിനകം കോവിഡ് ചികിത്സക്കുള്ള മുഴുവൻ ചെലവും കൈമാറുന്ന അവസ്ഥയുണ്ടാകും. ഇത് സംബന്ധിച്ച് സ്വകാര്യ ആശുപത്രികൾ നേരത്തെയുള്ള ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ പ്രശ്നങ്ങൾ പരിശോധിച്ച്
ചീഫ് സെക്രട്ടറിയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ആവശ്യമായ നടപടി സ്വീകരിക്കും. നാം കാണേണ്ട വസ്തുത, ജാഗ്രതയോടെ നീങ്ങിയാൽ മാത്രമേ രോഗവ്യാപനം കുറക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സർക്കാരെന്നോ സർക്കാർ ഇതര സ്ഥാപനങ്ങളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ആരോഗ്യമേഖലയാകെ നീങ്ങണം എന്ന അഭ്യർത്ഥനയാണ് സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. ഇതിന് അങ്ങേയറ്റം അനുകൂലമായ നിലപാടാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സൗജന്യമായ കോവിഡ് ചികിത്സയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിവരുന്നത്. അതോടൊപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഒന്നാമത്തെ കോവിഡ് തരംഗത്തിൽ 60,47,00,000 രൂപ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവർക്കായി ചെലവഴിച്ചിട്ടുണ്ട്. കാരുണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ 4,936 പേർക്ക്, അതേപോലെ തന്നെ റഫർ ചെയ്ത 13,236 പേർക്ക് ചികിത്സാ ചെലവ് സർക്കാരാണ് വഹിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ സൗകര്യങ്ങൾ കുറെ കൂടി ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് യോഗം ആലോചിച്ചത്. അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അധികം വൈകാതെ തന്നെ ലഭ്യമാക്കും. കോവിഡ് വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച വാരാന്ത്യ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് പൊതുവെ കർശനമായി നടപ്പാക്കുന്നുണ്ട്. പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷകൾ, വോട്ടെണ്ണലിന് നിയോഗിച്ചിരിക്കുന്ന ജീവനക്കാരുടെ പരിശീലനം, അവശ്യ സർവീസുകൾ, ഇവയ്ക്കെല്ലാം യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. യാതൊരു തടസ്സവുമില്ലാതെ അവയുടെ എല്ലാം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തൃശൂർ പൂരം നടത്തുകയുണ്ടായി. അതിനിടെയുണ്ടായ അപ്രതീക്ഷിതമായ അപകടത്തിൽ 2 പേർ മരിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദാരുണമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. കോവിഡ് രോഗവ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ പ്രസവ ചികിത്സ കൂടുതൽ സുരക്ഷിതമാക്കാൻ നടപടി സ്വീകരിച്ചു. കോവിഡ് ബാധിതരാകുന്ന ഗർഭിണികളുടെ പ്രസവത്തിനായി ജില്ലയിലെ പ്രധാന ആശുപത്രികളിലും പ്രധാന സ്വകാര്യ ആശുപത്രികളിലും പുതുതായി ലേബർ റൂം ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 24 മണിക്കൂറിനുള്ളിൽ മാസ്ക് ധരിക്കാത്തതിന് 22,703 പേർക്കെതിരായാണ് കേസെടുത്തത്. സാമൂഹിക അകലം പാലിക്കാത്തതിന് 9,145 പേർക്കെതിരെ നിയമ നടപടിയും സ്വീകരിച്ചു.
പിഴയായി ഈടാക്കിയത് 62,91,900 രൂപയാണ്. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വിലക്ക് ലംഘിച്ചും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയും 20ഓളം കുതിരകളെ പങ്കെടുപ്പിച്ച് കുതിരയോട്ട മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിൽ 1000ഓളം പേർ പങ്കെടുത്തിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ശനിയാഴ്ചയും കോവിഡ് ബാധിതരുടെ എണ്ണം 3500 കടന്നു. 3767 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ എം പീയൂഷ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 3706 പേർക്ക് സമ്പർക്കം വഴിയാണ് പോസിറ്റീവായത്. 44 പേരുടെ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് ജില്ലയിൽ ശനിയാഴ്ച 3767 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ എം പീയൂഷ് അറിയിച്ചു. സമ്പർക്കം വഴി 3706 പേർക്കാണ് രോഗം ബാധിച്ചത്. 44 പേരുടെ ഉറവിടം വ്യക്തമല്ല. വിദേശത്ത് നിന്നെത്തിയവരിൽ 2 പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 15 പേരും പോസിറ്റീവായി. കോഴിക്കോട് കോർപ്പറേഷനിൽ 1434 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അരിക്കുളം 7, അത്തോളി 56, ആയഞ്ചേരി 26, അഴിയൂർ 16, ബാലുശ്ശേരി 26, ചക്കിട്ടപ്പാറ 21, ചങ്ങരോത്ത് 11, ചാത്തമംഗലം 19, ചെക്കിയാടി 20, ചേളന്നൂർ 19, ചേമഞ്ചേരി 98, ചെങ്ങോട്ടുകാവ് 36, ചെറുവണ്ണൂർ 21, ചോറോട് 38, എടച്ചേരി 24, ഏറാമല 28, ഫറോക്ക് 17, കടലുണ്ടി 58, കക്കോടി 75, കാക്കൂർ 6, കാരശ്ശേരി 24, കട്ടിപ്പാറ 6, കാവലുംപാറ 9, കായക്കൊടി 17, കായണ്ണ 14, കീഴരിയൂർ 4, കിഴക്കോത്ത് 17, കോടഞ്ചേരി 66, കൊടിയത്തൂർ 27, കൊടുവള്ളി 19, കൊയിലാണ്ടി 140, കൂടരഞ്ഞി 28, കൂരാച്ചുണ്ട് 14, കൂത്താളി 9, കോട്ടൂർ 14, കുന്നമംഗലം 110, കുന്നുമ്മൽ 2, കുരുവട്ടൂർ 58, കുറ്റിയാടി 19, മടവൂർ 12, മണിയൂർ 31, മരുതോകര 22, മാവൂർ 13, മേപ്പയ്യൂർ 22, മൂടാടി 31, മുക്കം 27, നാദാപുരം 23, നടുവണ്ണൂർ 23, നന്മണ്ട 14, നരിക്കുനി 9, നരിപ്പറ്റ 9, നൊച്ചാട് 13, ഒളവണ്ണ 120, ഓമശ്ശേരി 17, ഒഞ്ചിയം 20, പനങ്ങാട് 14, പയ്യോളി 34, പേരാമ്പ്ര 33, പെരുമണ്ണ 14, പെരുവയൽ 64, പുറമേരി 20, പുതുപ്പാടി 41, രാമനാട്ടുകര 11, തലക്കുളത്തൂർ 8, താമരശ്ശേരി 23, തിക്കോടി 42, തിരുവള്ളൂർ 20, തിരുവമ്പാടി 11, തൂണേരി 20, തുറയൂർ 42, ഉള്ളിയേരി 66, ഉണ്ണികുളം 14, വടകര 87, വളയം 17, വാണിമല 8, വേള 33, വില്യാപ്പള്ളി 50 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിച്ചവരുടെ കണക്ക്. ഇതോടെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികൾ 26,097 ആയി. 858 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ടൈം വിഷൻ ന്യൂസ്.